46 വർഷമായി മൂന്നാറിൽ പ്രവർത്തിക്കുന്ന മിൽമയുടെ ശീതീകരണ പ്ലാന്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഏറ്റെടുക്കാനുള്ള കേരള ലൈവ് സ്റ്റോക്ക് ബോർഡിന്റെ നടപടിയിൽ വ്യാപക പ്രതിഷേധം. എന്നാൽ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് KLD ബോർഡിന്റെ വിശദീകരണം. ഇക്കാനഗറിൽ 2 ഏക്കർ ഭൂമിയിലാണ് മിൽമയുടെ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. മിൽമയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന മാർക്കറ്റിംഗ് ഹബ്, സംസ്ഥാനത്തെ വിവിധ ക്ഷീരസംഘം പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർക്കുള്ള പരിശീലന കേന്ദ്രം തുടങ്ങിയ സംവിധാനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 2 വർഷം മുൻപാണ് ലക്ഷങ്ങൾ ചെലവഴിച്ച് കേന്ദ്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മികച്ച നിലയിൽ പ്രവർത്തനം നടന്നു വരുന്നതിനിടയിലാണ് ക്ഷീരവികസന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ബുധനാഴ്ച KLD ബോർഡ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഭൂമി ഏറ്റെടുത്ത ബോർഡ് സ്ഥാപിച്ചത്. തുടർന്ന് ഭൂമിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ തുടങ്ങിയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ മിൽമ അധികൃതരും ക്ഷീരകർഷകരും ഇത് തടഞ്ഞു. തുടർന്ന് പോലീസ് എത്തിയാണ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടത്. ക്ഷീരകർഷകർ, മിൽമ എറണാകുളം മേഖല യൂണിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഭൂമി ഏറ്റെടുക്കൽ നീക്കത്തിനെതിരെ ഇക്കാനഗറിലെ ഭൂമിയിൽ ധർണ നടത്തി. അല്ലെ, ഈ ക്ഷീര കർഷകരുടെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളും നടത്തുന്നതിനുള്ള സൗകര്യം എങ്ങനെ ചെയ്യും എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. ഇത്തരം കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് ഒരു മിൽമയുടെയും KLD ബോർഡിന്റെയും ഉദ്യോഗസ്ഥരും ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളുടെ KLD ബോർഡ് ഏകപക്ഷീയമായി തീരുമാനമെടുക്കുകയാണെന്ന് മിൽമ മുൻ ചെയർമാൻ ജോൺ തെരുവത്ത് കുറ്റപ്പെടുത്തി. ഈ സ്ഥലം ഞങ്ങളുടെ ഫെഡറേഷൻ്റെ ചെയർമാനോ ഞങ്ങളുടെ എറണാകുളം മേഖലാ യൂണിയൻ്റെ ചെയർമാനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ വന്ന് ഞങ്ങളുടെ ചർച്ചയിൽ പങ്കാളികളാകാതെ അവർ ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ആ ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന 70 സെൻറ്റ് സ്ഥലം മിൽമയ്ക്കും 1 ഏക്കർ 30 സെൻറ്റ് സ്ഥലം KLD ബോർഡ് എന്ന് പറഞ്ഞാണ്. ഇത് എവിടെ ഏത് ഭാഗത്തുനിന്ന് എങ്ങനെ എന്നൊന്നും ഒരു വ്യക്തതയില്ല. എന്നാൽ ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം പരിശീലന കേന്ദ്രം ഉൾപ്പെടെയുള്ളവ മിൽമയിൽ നിലനിർത്തിക്കൊണ്ട് ശേഷിച്ച ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെന്നാണ് KLD ബോർഡിന്റെ വിശദീകരണം. 50 ലക്ഷത്തിന്റെ ഇന്റർനാഷണൽ ട്രെയിനിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങാനുള്ള പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നും KLD ബോർഡ് മാനേജർ പറഞ്ഞു. ആ ഓർഡർ പ്രകാരം, ഗവൺമെന്റ് ഓർഡർ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളൂ. ഗവൺമെന്റിന്റെ ഭൂമിയാണ്. 50 ലക്ഷത്തിന്റെ ഒരു ഇന്റർനാഷണൽ ട്രെയിനിങ് സെന്റർ ഇവിടെ ഉടനടി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി സ്ഥലം ഏറ്റെടുത്തതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി. സ്ഥലം ലഭിക്കുന്നതുവരെ ശക്തമായി മുന്നോട്ട് പോകുമെന്നും KLD ബോർഡ് തൊഴിലാളികളും പറഞ്ഞു. വരും ദിവസങ്ങളിൽ ഇരു വകുപ്പുകളും തമ്മിലുള്ള സ്ഥലതർക്കം രൂക്ഷമാകുമെന്നാണ് വിലയിരുത്തുന്നത്. സിറ്റി വിഷൻ, മൂന്നാർ.